ഹരേ കൃഷ്ണ. 2 മിനിറ്റ് ഗീതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 മിനിറ്റ് ഗീതയിൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചു ഭഗവത്ഗീതയിൽ നമ്മൾ അറിയേണ്ട 5 വിഷയങ്ങൾ: ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പല പ്രാവശ്യം അത് കേൾക്കാറുണ്ട്. എത്രത്തോളം നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിയുന്നു, അത്രത്തോളം നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ആ ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കാണും. അത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, കുടുംബ ജീവിതത്തിലാണെങ്കിലും ശരി, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 5 വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈശ്വര വിശ്വാസിയാണോ അല്ലയോ എന്നതല്ല, നമ്മളെല്ലാവരും ആത്മാവാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം എന്നതാണ്. അപ്പോൾ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് ഉള്ള ഒരു ആത്മീയ അന്വേഷണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇത് തന്നെയാണ്: ഞാൻ ശരീരമല്ല ആത്മാവ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കുട്ടിക്കാലം പോലെ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ മാറുന്നില്ല, അല്ലേ? നമ്മുടെ ശരീരം വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നു, അതിനുശേഷം നമ്മൾ മരണപ്പെടുന്നു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ മാറാത്തതായിട്ടുള്ള എന്തോ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ ആത്മാവിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ആത്മീയ കാര്യങ്ങളിലൂടെ, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന്. എത്രത്തോളം നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ, നമ്മളെ തിരിച്ചറിയാൻ കഴിയും.